തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനത്തെ കോടതികൾക്കും തിരക്കാണ്. സ്ഥാനാർത്ഥി നിർണയ തർക്കം മുതൽ വോട്ടവകാശം വരെ കോടതിക്ക് മുന്നിലെത്തുന്നു. വോട്ടറല്ലാത്തയാൾക്ക് സ്ഥാനാർത്ഥിയാകാമോ എന്നുവരെ തർക്കമാണ്. നിയമപരമായ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട യോഗ്യത എന്താണെന്ന വിഷയം കോടതി പരിശോധിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയെങ്കിലും വോട്ടറായ ആൾക്ക് മത്സരിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും വോട്ടവകാശം മതി. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരാർത്ഥിക്ക് വേണ്ട നിയമപരമായ യോഗ്യത എന്തെന്ന് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ തന്നെ വിശദീകരിക്കുന്നു. അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 21 വയസ്സ് പ്രായമുണ്ടാകണം. ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന ഒരാൾ ഗ്രാമപഞ്ചായത്തിൽ 24 വാർഡുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 വാർഡുണ്ടെങ്കിൽ അതിൽ ഏത് വാർഡിലും ആ ഗ്രാമപഞ്ചായത്തിലുള്ള ഏത് വോട്ടർക്കും മത്സരിക്കാം. അതായത് ഏതെങ്കിലും വാർഡിൽ മത്സരിക്കണമെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിൽ എവിടെയെങ്കിലും വോട്ടറായിരിക്കും. ജില്ലാ പഞ്ചായത്തിലാണ് മത്സരിക്കുന്നുവെങ്കിൽ ആ ജില്ല എന്ന പൂളിനകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലൊക്കെ വോട്ടുണ്ടാകും. അങ്ങനെ ഒരു വോട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഇപ്പോൾ നിലവിലുണ്ടാ പ്രശ്നങ്ങൾ തർക്കമുള്ള ഒരു കോർപ്പറേഷനിലാണ്. കോർപ്പറേഷൻ ലിമിറ്റിൽ എവിടെയെങ്കിലും കോർപ്പറേഷൻ്റെ ജൂറിസ്ഡിക്ഷനകത്തുള്ള എവിടെയെങ്കിലും ഒരു വോട്ടറായിരിക്കണം. എന്നാൽ ആ വോട്ടറെ പ്രപ്പോസ് ചെയ്യുന്നയാൾ ഏത് ഡിവിഷനിലാണല്ലോ ഏത് വാർഡിലേക്കാണ് പ്രപ്പോസ് ചെയ്യുന്നത് ആ ഡിവിഷനിലെ വാർഡിലെ വോട്ടർക്ക് പ്രപ്പോസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ക്യാൻഡിഡേറ്റ് പ്രപ്പോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്യാൻഡിഡേറ്റിന് എവിടെയെങ്കിലും വോട്ടുണ്ടാകാം ആ ഗ്രാമപഞ്ചായത്തിലോ ലോക്കൽ ബോഡിയിലോ. ഇനി ഈ വോട്ടർ പട്ടിക പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായി വരുന്ന ഒരു ഡ്രാഫ്റ്റ് ഇലക്ട്രൽ റൂൾ പബ്ലിഷ് ചെയ്യും. ഒബ്ജെക്ഷൻസ് കോൾ ഫോർ ചെയ്യും. ഒബ്ജെക്ഷൻസ് കോൾ ഫോർ ചെയ്യുമ്പോൾ എൻ്റെ പേര് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പേര് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒബ്ജെക്ഷൻ കൊടുക്കാം. അങ്ങനെയുള്ള ഒരു ഒബ്ജെക്ഷൻ കൊടുത്താൽ, ഒരു പെറ്റീഷൻ കൊടുത്താൽ ആ പെറ്റീഷൻ്റെ മേൽ ഹിയറിംഗ് നടക്കും. നമ്മൾ ഇൻക്ലൂഡ് ചെയ്യപ്പെടാം. അതിന് വേണ്ടത് നമ്മൾ കഴിഞ്ഞ 6 മാസമായിട്ട് അവിടുത്തെ ഓർഡിനറി റെസിഡൻ്റ് ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ. അങ്ങനെയൊക്കെ കൊടുത്തിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ കേരള പഞ്ചായത്ത് രാജ് രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടറൽ റൂൾസിൻ്റെ റൂൾ 22 പ്രകാരം അപ്പീൽ കൊടുക്കാം. അപ്പലറ്റ് അതോറിറ്റി ഇത് പരിശോധിച്ചിട്ട് വോട്ട് ചേർക്കാം. അപ്പീലിൽ തരുന്നില്ലെങ്കിൽ കോടതികളിലേക്ക് പോകാം. സർക്കാരിലേക്കോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ കുടിശ്ശിക ഉണ്ടെന്നും ആ കുടിശ്ശിക ഡിമാൻഡ് ചെയ്തുകൊണ്ട് ഒരു നോട്ടീസ് ഒരാൾ കൊടുത്തു, അദ്ദേഹത്തിന് ക്യാൻഡിഡേറ്റ് ആകാൻ പറ്റില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടോ സർക്കാരുമായിട്ടോ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ട്, സബ്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നിലനിൽക്കുന്ന ഒരു എഗ്രിമെൻ്റ്, ഒരു കോൺട്രാക്റ്റിൽ പ്രവർത്തിക്കും, ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സപ്ലൈ ചെയ്യുന്ന കോൺട്രാക്റ്റ് അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ. ഇനി മറ്റൊന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ അത് കേന്ദ്ര സർക്കാരാകാം, സംസ്ഥാന സർക്കാരാകാം, ലോക്കൽ ബോഡിയാകാം. അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് തുടങ്ങിയ ആളുകളെ അവരൊന്നും ഇതിൽ പെടുന്നവരല്ല. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന ലെവൽ വരാത്തത് കൊണ്ട് അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ മത്സരിക്കുന്നതിന് തടസ്സമില്ല. ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ സെക്ഷൻ 8 പ്രകാരം ഉള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ശിക്ഷിച്ചിട്ടുള്ള ആളുകളെ ഇലക്ഷൻ മത്സരിക്കാൻ കഴിയില്ല. ഇനി ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ശിക്ഷാവിധിക്കെതിരെ അപ്പീൽ കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പീൽ കൊടുക്കുമ്പോൾ അവർക്കുള്ള ശിക്ഷ, കുറ്റകൃത്യം ചെയ്തെന്നുള്ള കണ്ടെത്തലുണ്ട്, ശിക്ഷാവിധിയുമുണ്ട്. ആ കുറ്റകൃത്യം ചെയ്തു എന്ന കണ്ടെത്തൽ സ്റ്റേ ചെയ്താൽ അവർക്ക് വേണമെങ്കിൽ മത്സരിക്കാം. വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ വോട്ടെങ്ങനെ എന്നതും തർക്ക വിഷയമാണ്. മറ്റൊരാളുടെ അഡ്രസ് ഉപയോഗിക്കുന്നത് കുറ്റമാണോ? നമ്മളിപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി ഓണർ ഓഫ് എ ഹൗസ് അല്ല. ആ സ്ഥലത്ത് താമസിച്ചാൽ മതി. അത് വാടകയ്ക്കാകാം, മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കുന്നതാണെങ്കിലും ആകാം. അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടാവണം. ആ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ. സ്വന്തം വീട്ടിലാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ വോട്ട് ചേർക്കാൻ സാധിക്കും. അങ്ങനെയുള്ള എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യപ്പെടണം. നമ്മളിപ്പോൾ എൻ്റെ വീട്ട് അഡ്രസ്സിൽ ഒരാളുടെ പേര് ചേർത്തിരിക്കുന്നു, അയാൾക്ക് ഒബ്ജെക്ഷൻ കൊടുക്കും. ആ ഒബ്ജെക്ഷൻ കൊടുത്തിട്ട് ഒഴിവാക്കാം. അയാൾ ഓർഡിനറി റെസിഡൻ്റ് അല്ല, ഈസ് നോട്ട് റിസൈഡിങ് ഇൻ ദിസ് ഹൗസ് എന്നൊക്കെ പറയാം, ഓണർ ഓഫ് ദി പ്രോപ്പർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഒബ്ജെക്ഷൻ്റെ പർപ്പസ് തന്നെ. ഇത്തരം അടിസ്ഥാന നിയമങ്ങൾ മനസ്സിലാക്കിയാൽ കോടതിയുടെ ജോലിയും എളുപ്പമാകും.